ആ ഒരു സൗന്ദര്യം, അവന്റെ പൂർണ്ണതയുടെ, ഔന്നിത്യത്തിന്റെ, മഹത്വത്തിന്റെ, വലിപ്പത്തിന്റെ, അവന്റെ ആ സമതീയത്തിന്റെ ആ ഒരു സൗന്ദര്യം, അത് നിങ്ങളൊന്ന് ശരിക്ക് ആലോചിക്കുകയാണെങ്കിൽ അവന്റെ ആ പൂർണ്ണത മനസ്സിലാകും തോറും അവന്റെ മുന്നിൽ നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ അള്ളാഹനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതൊന്നും ഒരു ശബ്ദമായിട്ടല്ല, അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ നിശ്വാസമായി പുറത്തേക്ക് വരും. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയൂ. ആ അള്ളാഹ് എവിടെ? ആ അള്ളാഹ് എവിടെയാണ്? നമ്മളെ കൂടെ ഇവിടെ തൂണിലും തുരുമ്പിലും ഈ കസേരയിലും മേശയിലും എല്ലായിടത്തും ഉണ്ടോ? അങ്ങനെ ചിലർ പറയണം അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇന്ദ്രനിലുണ്ട്, ചന്ദ്രനിലുണ്ട്, തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, അവൻ സർവ്വവ്യാപിയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടുവന്നത്. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച്, വാഴുന്ന് പഠിപ്പിച്ച്, തലി കെട്ടിയോല് പഠിപ്പിച്ച്, തലി കെട്ടാത്തോല് പഠിപ്പിച്ച്, മൗലവിമാര് പഠിപ്പിച്ച്, മുസ്ലിയാക്കന്മാര് പഠിപ്പിച്ച്, അവൻ എല്ലായിടത്തും ഉണ്ട്. അത് ഇവിടുത്തെ ദ്വൈതവാദികൾ പോലും പറഞ്ഞില്ല, അദ്വൈതവാദികൾ മാത്രം പറഞ്ഞതാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകളാണത് പറഞ്ഞത്. അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിവിടെ ഒന്നുമല്ല. ഇതൊക്കെ അവന്റെ സൃഷ്ടികളാണ്. അവൻ സൃഷ്ടികൾക്ക് അതീതനാണ്. മുഴുവൻ സൃഷ്ടികൾ നമ്മൾ കാണുന്നത് കീഴ്ലോകത്തെ സൃഷ്ടികൾ, കീഴ്ലോകത്തെ സൃഷ്ടികൾക്ക് മീതെ ആകാശം, ഉപരിലോകം, ഒന്നല്ല 7 ആകാശങ്ങൾ, 7 ആകാശങ്ങൾക്കും മീതെ പിന്നെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അവസാനം അത് കുർസി, അതുപോലെ തന്നെ അവിടെ വക്കാന അർശുഹു അലൽ മാ, അതിന് മീതെ അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിനു മീതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന്റെയും മീതെയാണ്. അത് അള്ളാഹ് പറഞ്ഞു തന്നത് പറയാ. അതിന്റെ വലിപ്പവും അതിന്റെ ഘടനയും നമുക്ക് നമ്മുടെ ഒരു ഭാവനയിൽ ഒരിക്കലും ഒതുക്കി തീർക്കാവുന്നതല്ല. അത്രയും വലിയതാണ് കാര്യം. സാധാരണ നമ്മൾ പറയും ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയും. അതൊക്കെ ചെറിയ നമ്മുടെ ഈ അറിവിന്റെ അനുഭവത്തിന്റെ പരിധിയിൽപ്പെടുന്ന ചെറിയ കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇത് നമ്മുടെ അറിവിന്റെ അനുഭവത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാവനയുടെ പരിധിന്റെ എത്രയോ അപ്പുറത്താണ്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, നിങ്ങൾ ജീവിക്കുന്നത് കീഴ്ലോകത്താണ്. ഈ കീഴ്ലോകം തന്നെ ആകാശം പോലെ പിന്നെ 7 എണ്ണം ഉണ്ട്. വമിനൽ അർളി മിസ്ലുഹുൻ. ഈ കീഴ്ലോകത്തിന്റെ കാര്യം വിട്ടിട്ട് 1-ാമത്തെ ആകാശം, 2-ാമത്തെ ആകാശം, 3-ാമത്തെ ആകാശം, 4-ാമത്തെ ആകാശം, 7 ആകാശങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പുറമെ അള്ളാന്റെ കുർസി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെയും ഉപരിയിലാണ്. അല്ലാതെ അള്ളാഹ് ഇവിടെ എല്ലായിടത്തും നമ്മളെ കൂടെ ഇങ്ങനെ കൂടിയാടിയിട്ട് എല്ലാരിലും ഉണ്ട്. നമ്മൾ തലപ്പാവ് ധരിച്ചാൽ തലപ്പാവിലും അള്ളാഹ് തന്നെയാണ്. ഞാൻ പിന്നെ ശ്വസിക്കുകയാണെങ്കിൽ ആ വായുവിലും അള്ളാഹാണ്. ഞാൻ നിശ്വസിച്ചാൽ ആ വായുവിലും അള്ളാഹാണ്. ഞാൻ കുടിച്ച വെള്ളം അള്ളാഹ് തന്നെയാണ്. ഞാൻ തന്നെയാണ് അള്ളാഹ്. അതെന്ന് പറഞ്ഞാൽ കടലിലുള്ള തിരമാലയും പോലെയാണ്. കടലിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തിരമാലല്ല, കടലിന്റെ ഭാഗമാണ് എന്നതുപോലെ സൃഷ്ടിയിൽ തന്നെ സൃഷ്ടാവിൽ തന്നെ സൃഷ്ടി എന്നൊക്കെ പറയാൻ എളുപ്പമല്ല. അങ്ങനെയൊന്നുമല്ല. എവിടെയാണ് എന്റെ റബ്ബ്? ഈ അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനെ സമദായിട്ടുള്ള അല്ലാഹ് അവൻ എവിടെ? അവൻ മുഴുവൻ സൃഷ്ടികൾക്കും ഉപരിയിലാണ് അല്ലാഹു. അതുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത് ആമിൻതും മൻ ഫിസ് സമാ, ഉപരിയിലുള്ളവൻ, അവൻ വാഴുന്നത് ഉപരിയിലാണ്. ഉപരിയിലുള്ളവനെ കുറിച്ച് നിങ്ങൾ നിർഭയമായിരിക്കുകയാണോ? അയഖ്സിഫ ബികുമുൽ അർദ്, അവൻ നിങ്ങളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് അവൻ ഉപരിയിലാണ്. ഉപരിയിൽ മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും മീതെ, എല്ലാ സൃഷ്ടിജാലങ്ങളും കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സൃഷ്ടി, ഏറ്റവും വലിയ സൃഷ്ടി അവന്റെ അർശാണ്. അർശിന്റെയും ഉപരിയിലാണ് അല്ലാഹു. അത് അങ്ങനെ തന്നെ അള്ളാഹനെ അറിയാൻ അത് നമ്മുടെ അവകാശമാണ്, അത് നമ്മുടെ അനുഭവമാണ്, അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ ആശ്വാസമാണ്, അത് നമ്മുടെ പ്രതീക്ഷയാണ്. മുആവിയത്ത് ബിനുൽ ഹക്കം അസ്സുലമി, അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നു ഉഹദ് ജവാനിയ എന്ന് പറയുന്ന മലയോരങ്ങളിൽ. ആ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ഒരടിമപ്പെണ്ണിനെ അദ്ദേഹം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. വകാനത്തിൽ ഈ ജാരിയത്തുൻ തർആ ഗനമൻ മിൻ ഖിബലി ഉഹദ് വൽ ജവാനിയ, ഉഹദ് ജവാനിയയുടെ ഭാഗത്ത് ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ജാരിയ, ഒരു അടിമപ്പെണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഫത്തലാഴ്ത്തു ദാത്ത യൗമിൻ, ഒരു ദിവസം
ഇവളെങ്ങനെ ആടിനെ നോക്കണത് എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതി എന്നറിയാൻ വേണ്ടി ഞാനൊന്നിങ്ങനെ ഓവർസീ ചെയ്തതാണ്, ഒന്നിങ്ങനെ നോക്കിയതാണ്. അപ്പോഴാണ് അവൾ മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാടിനെ ചെന്നായി പിടിച്ചു പോകുന്നുണ്ട്. ഞാനൊരു മനുഷ്യനല്ലേ, മനുഷ്യന്മാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കോപം വരും. ചില ആൾക്കാർ അങ്ങനെയാണ്, പെട്ടെന്ന് ഹദ്ബളകും, നമ്മൾ കാണുന്നതാണ്. അങ്ങനെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് എനിക്കൊരു വല്ലാത്ത കോപം വന്നു. ലാക്കിന്നി സ്വക്കത്തുഹാ സ്വക്ക, ഞാൻ ചെന്നിട്ട് ആ പെണ്ണിന്റെ ഒന്ന് അടിച്ചു, ഒരു നല്ല അടി അടിച്ചു, മോന്തക്ക് അടി വെച്ചു കൊടുത്തു. ഫഅതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമ ദാലിക അലൈഹി. ചെയ്തു കഴിഞ്ഞിട്ടാണ്, അങ്ങനെയാണല്ലോ സ്വാഭാവികമായും ഇങ്ങനെ ഈ എടുത്തുചാട്ടക്കാർക്ക് വരിക. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനോട് പോയിട്ട് ആ കാര്യം പറഞ്ഞു. ഇങ്ങനെ എൻ്റെ അടുക്കൽ സംഭവിച്ചു പോയി നബിയെ. നബി ആ കാര്യത്തെ ചെറുതായി കണ്ടില്ല. ഞാൻ ആ ചെയ്തത് വളരെ ഗുരുതരമായ ഗൗരവതരമായ കാര്യമായിട്ടാണ് നബി എന്നോട് പറഞ്ഞത്. ഖുൽതു യാ റസൂലല്ലാഹ് ഫലാ അഅ്തിഖുഹാ, സംഭവിച്ചു പോയി നബിയെ, ഇനി എന്താണ് പരിഹാരം? ഞാൻ അവളെ മോചിപ്പിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തിനി ബിഹ, നീ അവളെ എൻ്റെ അടുക്കൽ ഒന്ന് കൊണ്ടുവാ. ഫാതൈതു ബിഹ, ഞാൻ ആ സ്ത്രീയെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഹാജരാക്കി. ഫഖാല ലഹ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ജബാനിയ ഭാഗത്ത് ആടിനെ മേച്ച് നടക്കുന്ന ഒരു അടിയാത്തിപ്പെണ്ണ്, ആ അടിയാത്തിപ്പെണ്ണിനോട് സ്വതസിദ്ധമായി അവരെ സൃഷ്ടിച്ച് അവരെ ഈ ഭൂമിയിലേക്ക് വിട്ട, അവരുടെ ഭാഗതയം നിർണയിക്കുന്ന, അവർക്ക് വേണ്ട എല്ലാ റിസ്ക്കും നൽകുന്ന, അവര് സ്നേഹിക്കുന്ന ആ അള്ളാഹിനെ കുറിച്ച് ചോദിച്ചു. ആ അള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ എവിടെയാണ് എന്നാണ് അവിടെ ടെസ്റ്റ് കൊടുത്തത്. ടെസ്റ്റ് നടത്തിയത് അങ്ങനെയാണ്, അയിനല്ലാഹ്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഫിസ്സമ, അല്ലാഹ് ഉപരിയിലല്ലേ. ഖാലമന്നാന, ഞാൻ ആരാന്ന് നിനക്കറിയോ? അപ്പൊ ആ സ്ത്രീ പറയുന്നു, അന്ത റസൂലുള്ളാഹ്, ആ റബ്ബ് നിയോഗിച്ചയച്ചിട്ടുള്ള ദൂതനാണ് അങ്ങ്. ഖാല അഅ്തിഖഹാ ഫഇന്നഹാ മുഅ്മിന, റസൂലുള്ളാഹ് സാക്ഷ്യപ്പെടുത്തി, അവൾ മുഅ്മിനത്താണ്, അതുകൊണ്ട് നീ മോചിപ്പിച്ചേക്ക്, നീ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാകട്ടെ. അല്ലാഹ് നമുക്കറിയണം അവൻ എവിടെയാണ്. ആർക്കറിയാം? അള്ളാന്നറിയാം. എവിടെ? എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനൊന്നും പോരാ. സൂറത്തുൽ ഇഖ്ലാസ്, സുലുസുൽ ഖുർആൻ ശരിക്കും അങ്ങോട്ട് ഇറങ്ങണം. അത് നിങ്ങൾ ഓരോ ദിവസവും വായിച്ച്, ഓരോ ദിവസവും ചിന്തിച്ച്, ഓരോ ദിവസം പഠിക്കുമ്പോൾ അർത്ഥത്തിന്റെ പുതിയ പുതിയ തലങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അള്ളാഹിനെ അറിയുന്തോറും അവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അള്ളാഹിനോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മൂത്തു വരുന്നു അത്രത്തോളം അള്ളാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും, ഇങ്ങോട്ടും സ്നേഹം കിട്ടും. അങ്ങനെ അള്ളാഹുവിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകും. അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള പ്രതീക്ഷയല്ലാതെ വേറൊന്നും ഈ ഭൂലോകത്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് വേറൊന്നും ആവശ്യമല്ല. അതിലും വലുത് വേറൊന്നില്ല. അത് ഉണ്ടായാൽ മതി. അതുണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലല്ല, സൃഷ്ടികൾക്ക് അതീതനാണ്, ഉപരിയിലാണ്. സൃഷ്ടികളിൽ ഏറ്റവും അവസാനത്തേതും ഏറ്റവും വലുതുമായ അർശിന്റെയും ഉപരിയിലാണ് അള്ളാഹു. ഈ കാര്യത്തെക്കുറിച്ച് ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫഹാദിഹി അൻവാഉ മിനൽ അദില്ലത്തി സംഇയ്യ അൽ മുഹ്കമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വഹ്യ് പ്രകാരം നമ്മൾ കേട്ട് ബോധ്യപ്പെടുന്ന തെളിവിന്റെ കുറെ ഇനങ്ങളാണിത്. ഇദാ ബുസിതത്, ആ തെളിവുകൾ എന്ന് പറഞ്ഞാൽ മുഹ്കമ, പ്രബലമായ തെളിവുകൾ. ഇദാ ബുസിതത് അഫ്റാദുഹ, ആ തെളിവുകൾ ഓരോന്ന് അതിന്റെ ഓരോ തെളിവും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണെങ്കിൽ കാനത്ത് അൽഫ ദലീൽ, 1000-ഓളം തെളിവ് കിട്ടുന്ന പറയുന്നത്. അലാ ഉലുവ്വിർ റബ്ബി അലാ ഖൽഖിഹി വസ്തിവാഇഹി അലാ അർശി, അല്ലാഹു സൃഷ്ടികളുടെ ഉപരിയിലാണ് എന്നും അവൻ അർശിന്റെയും ഉപരിയിലാണ് എന്നുള്ളതിനുള്ള തെളിവ് 1000 തെളിവ് ഏതിന്ന് കിട്ടും? വഹിയിൽ നിന്ന് കിട്ടും. സമഇയായത് കിട്ടും. അഖ്ലിയായത് വേറെ കാര്യങ്ങൾ, വെറും നഖ്ലിയായ തെളിവുകൾ തന്നെ കിട്ടുന്നതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്.